സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്. ഇനി സംഭവിക്കാൻ പോകുന്നതും ദൈവമേ. ഇവിടെയൊക്കെ വൃത്തിയാക്കുന്നത് കൊള്ളാം. പിടിച്ച് പിടിച്ച് വേഗം പിടിക്ക്. എല്ലാം നല്ല കണ്ണാടി പോലെ തിളങ്ങണം. നിന്റെ മുഖവാടി ആദ്യം വൃത്തിയാക്കേണ്ടത്. എന്നിട്ട് നിന്റെ വൃത്തികെട്ട മറ്റേ മുഖം നാട്ടുകാരെ മുഴുവൻ വിളിച്ച് കാണിച്ചു കൊടുക്കും. അയ്യോടാ, എന്നിട്ട് എന്താ അങ്ങനെ ചെയ്യാഞ്ഞേ? ഏത് നിമിഷവും നീ അത് പ്രതീക്ഷിച്ചു. പെട്ടെന്ന് വേണം. ഇപ്പോ ബംഗ്ലാവിന് നേരെ ഔട്ട് ഹൗസിലേക്ക് ആയിട്ടുള്ളൂ. ഇനി ഔട്ട് ഹൗസിന് നേരെ തെരുവിലേക്കാ. അതിനു മുമ്പ് നമ്മളത് അറിയിച്ചില്ലെങ്കിലേ ഞാൻ തന്നെ ഗണപതിയോട് അങ്ങ് ചെന്ന് പറയും. മോളെ കൊണ്ടുവന്ന വിശേഷങ്ങളൊക്കെ പറയട്ടെ. പക്ഷേ ഇനിയിപ്പൊ ഞാൻ പറഞ്ഞാലും അദ്ദേഹം അത് വിശ്വസിക്കുമെന്നാ എന്റെ സംശയം. വിശ്വസ്തരായ ജോലിക്കാര് മോളെ കൊണ്ടുവന്ന് കൊടുക്കുന്നു, അദ്ദേഹം അത് സ്വീകരിക്കുന്നു, അസുഖം മാറുന്നു. വന്ന് ഇപ്പൊ എനിക്കൊരു സംശയം, ഞാൻ തന്നെയല്ലേ അദ്ദേഹത്തിന്റെ മോളെന്ന്. സത്യം, ഒരച്ഛൻ മകളെ വിളിക്കുന്നത് കേട്ടില്ലേ? പോട്ടെ, ബൈ. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ല. ധ്വജപ്രതിഷ്ഠാ കർമ്മം ഈശ്വരൻ നമ്പൂതിരി, കോടാമ്പുഴ ക്ഷേത്ര മേൽശാന്തി ഈശ്വരൻ നമ്പൂതിരി. ആരാ? എന്താ വേണ്ട? ഒരു കാര്യം അറിയാൻ വന്നതാ. ഒരു ഗണപതി അയ്യരെ അങ്ങേക്ക് ഓർമ്മയുണ്ട്? പഴയ കൂട്ടുകാരൻ. അദ്ദേഹത്തിന്റെ ഭാര്യ സാവിത്രിയെയും മോളെ അന്വേഷിച്ചിറങ്ങിയതാ. അറിയില്ല. അങ്ങ് കുടുംബമായിട്ട് ഈ വീട്ടിലാണോ താമസം? ഭാര്യയും കുട്ടികളാണ് ഉദ്ദേശിച്ചതെങ്കില് ഞാനൊരു നിത്യബ്രഹ്മചാരിയാ. അല്ല, എന്ന് ഇനിയൊന്നും അറിയാനുണ്ടാവില്ലല്ലോ. നിങ്ങളോടല്ലേ പറഞ്ഞു. അയ്യോ, ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല. ഗണപതി സാറിന്റെ മോളാണെന്നും പറഞ്ഞൊരു പെരുങ്കള്ളി ആ വീട്ടിൽ കയറി കൂടിയിട്ടുണ്ട്. ശരിക്കുള്ള അവകാശികളെ കിട്ടിയില്ലെങ്കിൽ എല്ലാം കൊണ്ടുപോകും. അങ്ങനെയേ സംഭവിക്കൂ. അതിനെ വഴിയുള്ളൂ. പാവം ഒരു അന്തർജനത്തിനെ വഴിയാധാരമാക്കിയതിന്റെ ഫലാത് കർമ്മഫലം. ആയുസ് തീരാൻ നേരം അന്വേഷിച്ചു വന്നിരിക്കണോ. മരവും മൂത്രം എടുക്കാൻ ആളെ കിട്ടുന്നാവില്ല. ഇനിയിപ്പൊ തനിക്ക് അറിഞ്ഞേ പറ്റും നിർബന്ധാച്ചാ അങ്ങനെ പറയാം. ഒരു യാത്രക്കാരൻ പോലും രക്ഷപ്പെടാതെ പോയ 88-ലെ വൈക്കം ബോട്ട് അപകടത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാവൂലോ. അതിലുണ്ടായിരുന്നു സാവിത്രി മോളും. എങ്ങോട്ടാ ഇനി ഞാൻ പോവേണ്ടത്? പുറത്തേക്കോ അതോ? കെട്ടിയിട്ടപ്പോഴുള്ള ആവേശമൊന്നും ഇപ്പൊ ഇല്ലല്ലോ. കുട്ടിയെ ഞാൻ എവിടെയൊക്കെ തിരക്കിയെന്നറിയോ? ദേ കുട്ടി വീർത്തിരിക്കുന്നു. എന്തൊക്കെയാണ് നീ ഇവിടെ കാട്ടിക്കുട്ടിയത്? പൊണ്ണ തടിയാ, 10 അടി നീളം കൊണ്ട്. മോളെ, ദേ അച്ഛന് ബി പി എടുത്ത് കിടക്കുക. മോളെ ചെന്നാലും ഇനി ശരിയാവും. വാ, നിനക്ക് വച്ചിട്ടുണ്ടാ തടിയാ. കുട്ടി ഒറ്റയ്ക്കൊന്നും അവന്റെ അടുത്ത് പോവരുതേ. പക്ഷെ ഞാൻ നല്ലവനാ. എന്ത് തെമ്മാടിത്തനമാ താനീ കാണിച്ചു കൂട്ടിയത്? വേണ്ടാന്ന് പറഞ്ഞു മാറ്റിവെച്ചിരുന്ന ഒരു മേജർ ഓപ്പറേഷന് വരെ തയ്യാറായിരിക്കുക ഗണപതി സാറ്. ഇനി മോളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും താലോലിച്ചിട്ട് മരിക്കുള്ളെന്നും പറഞ്ഞു. ഒക്ടോബർ 3-ന് ആ ഓപ്പറേഷന് വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുപോകുക ബാംഗ്ലൂർക്ക്. ഡോക്ടേഴ്സിന്റെ അപ്പോയിന്റ്മെന്റ് വരെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഭാര്യയും മോളും ജീവിച്ചിരിപ്പില്ലെന്നും കൂടെയുള്ളത് ഒരു ഫ്രോഡ് പെണ്ണാണെന്ന് പറഞ്ഞാൽ ഒക്കെയും തകടം മറിയും. അമേരിക്കയിൽ നിന്ന് പെണ്ണ് കാണാൻ ജയരാമൻ എന്നാ എത്തുക. അയക്കിഷ്ടായ സാർ കല്യാണവും ഉറപ്പിക്കും. ഞാൻ ആലോചിച്ചിട്ട് ഒരു പോംവഴിയും കാണുന്നില്ല. കൃഷ്ണൻ ഉണ്ടാക്കിയ കുരുക്ക് കൃഷ്ണൻ തന്നെ അഴിക്കുക. അമേരിക്കയിൽ നിന്ന് അയാൾ പുറപ്പെട്ടു പോയ സ്ഥിതിക്ക് വന്ന് പെണ്ണ് കണ്ടോട്ടെ. പക്ഷെ ഒരു കാരണവശാലും കല്യാണം നടക്കരുത്. ഒരു അലവലാതി പെണ്ണിനെ അമേരിക്കക്കാരന്റെ തലയിൽ കെട്ടിവെച്ചതിന്റെ പാപഭാരം കൂടി താൻ ചുമക്കേണ്ടി വരും.
വീടെത്തിയോ? വീടല്ല, ബാറ. 2 അടിച്ചിട്ട് പോവാം. കുറച്ചു ദൂരം വണ്ടി ഓടിച്ചപ്പോഴേക്കും എനിക്ക് വല്ലാത്ത തലവേദന. അപ്പൊ ഇത്രയും ദൂരം യാത്ര ചെയ്ത ജയരാമൻ സാറിന്റെ കാര്യം. വേണ്ട, ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് കഴിച്ചതാ. ഒരു ഗ്ലാസ് ബിയറെങ്കിലും എനിക്കൊരു കൂട്ടിന്. സാറിനെ പോലെ ഡീസന്റ് ആയ ആൾക്കാർ വരുന്ന സ്ഥലമായത്. സാറിന്റെ നമ്പർ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ദൂരമുള്ള യാത്ര അങ്ങ് ഒഴിവാക്കാമായിരുന്നു. അവളെ ആളത്ര പോരാ. ആര്? സാറിപ്പ കാണാൻ വരുന്ന പെണ്ണ് ഗണപതിങ്ങളുടെ മോളോ? ആ, സത്യം പറഞ്ഞാ എങ്ങനെങ്കിലും സാറിന്റെ തലയെ കെട്ടിവെക്കാനാ ഗണപതി സാറിന്റെ ശ്രമം. നാട്ടീന്ന് കിട്ടില്ല. ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. ഇലയ്ക്ക് മുള്ളിനും കേടില്ലാതെ തീർക്കാൻ പെണ്ണിനെ കണ്ടേച്ച് സാറിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് അടിച്ചങ്ങ് പറഞ്ഞേക്കണം. അങ്ങോട്ട് പോകുന്ന വഴിക്ക് സാറിന് തിരിച്ചു പോകാനുള്ള ടിക്കറ്റൂടെ നമുക്ക് അങ്ങ് എടുത്തേക്കാം. എന്താ താൻ പറയുന്നത്? ഞാൻ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കണം. അവളൊരു കൊഴിഞ്ഞ കേസാ സാറേ. പുറത്ത് പറയാൻ കൊള്ളാത്ത ഒരുപാട്. സാറേ, ചൂടിയ പൂ വാടിയാലും വാടിയ പൂ ചൂടരുത്. എനിക്ക് മതി. താൻ വാ. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം? ഏത് കാര്യം? പെണ്ണിനെ ഇഷ്ടമല്ലെന്ന് പറയണോന്ന് പറഞ്ഞ കാര്യം. അത് ഞാൻ കണ്ടിട്ട് തീരുമാനിച്ചോളാം. തന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയില്ലോ. സാറിന്റെ നന്മ അല്ലാതെ എന്ത്? ഇന്ന് കണ്ട എന്നോട് അത്രയ്ക്ക് സ്നേഹം. എന്തോ എനിക്ക് സാറിനെ ആദ്യം കണ്ട മാത്രയിൽ തന്നെ ഭയങ്കര ഇഷ്ടായി. അങ്ങനെ പോകരുത്. സാറൊന്ന് നിന്നേ. നമുക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാമെന്ന് വാക്ക് തരുന്നത് വരെ അത് ഇവിടുന്ന് ഇറങ്ങുന്ന പ്രശ്നമേ ഇല്ല. വാക്ക് തരികയില്ല. ഗണപതി അങ്കിളിനോട് താൻ പറഞ്ഞതൊക്കെ പറയുകയും ചെയ്യും. നിങ്ങൾ എന്തായി കാണിക്കുന്നത്? വിടാൻ പറഞ്ഞില്ലേ? നിങ്ങൾ വീട്ടിലേക്ക് എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. കൈവിടാൻ പറഞ്ഞില്ലേ? വിടാൻ പറഞ്ഞു. എന്നെ വിട്. ഇതാരാ? നന്ദിയുണ്ട് സാറേ, ഒരുപാട് നന്ദിയുണ്ട്. അന്നത്തെ സാറിന്റെ അടിയോടുകൂടി രക്ഷപ്പെട്ടത് എന്റെ ജീവന. ഇനി സാറാണ് എന്റെ കൺകണ്ട ദൈവം. സാറേ, നമ്മൾ തമ്മിൽ കശപിശ ഉണ്ടായതിന്റെ പിറ്റേന്ന് കോഴിക്കോട് മാർക്കറ്റിൽ ഒരു അബ്ദുറഹ്മാന്റെ കോഴിക്കട അടിച്ചു പൊളിക്കാനായിട്ടൊരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആശുപത്രിയിലായതുകൊണ്ട് എന്റെ പിള്ളേരെ അയച്ചു. അവിടെ ചെന്ന് പിള്ളേര് പണി തുടങ്ങി. മാർക്കറ്റിൽ ബോംബ് കൂട്ടി ഒന്നിച്ചു. എന്റെ വലം കൈ ആയിരുന്ന 3 പിള്ളേർ അതോടുകൂടി പോയി. സാർ അന്ന് എന്നെ തല്ലി ആശുപത്രി കിടത്തിയില്ലായിരുന്നെങ്കിൽ ഞാനും ആ കൂട്ടത്തിൽ പോയാലോ സാറേ. ഇപ്പോ അടിപിടിയൊക്കെ നിർത്തി വളരെ ഡീസന്റാ സാറേ. ബൈ കൊട്ടേഷൻ ഇങ്ങോട്ട് എടുക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പുതിയ പിള്ളേരാ. സാറിന്റെ ഫ്രണ്ടാ ഇത്? ഇന്നത്തെ ചെലവ് മണിയപ്പന്റെ അതൊന്നും പറഞ്ഞാ പറ്റുകയില്ല. അതപ്പോ ആ മേലത്തെ മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്. 4 പ്ലേറ്റ് സ്പെഷ്യൽ കൂന്തൽ ആമയിറച്ചി ആർക്കും കൊടുക്കണ്ടെന്ന് പറ. വന്നാട്ടെ സാറേ. വാ സാറുമാരെ. എല്ലാ പ്രശ്നങ്ങളിലും ഞാൻ കുട്ടിയോടൊപ്പം മാത്രമാണ് നിന്നിട്ടുള്ളത്. എന്നിട്ടും ഞാൻ ഭാഗ്യം കെട്ടവനാ. ശരി, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിലെത്താം. മറ്റേത് എന്റെ മനസ്സിനെ മാച്ചളയാം. പക്ഷെ ഒരാങ്ങളുടെ സ്ഥാനം കുട്ടി എനിക്ക് തരണം. എനിക്ക് തരില്ലേ? എന്ത്? ആങ്ങളയുടെ സ്ഥാനം. ഓ, അതാണോ? തരാം. എത്രയോ പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് അമേരിക്കയിലേക്ക് പോകുമ്പോ ആങ്ങളമാരെ കൂടെ കൊണ്ടുപോകാറുണ്ട്. ആങ്ങളമാരെ കൊണ്ടുപോകാൻ വേണ്ടി മാത്രം പെങ്ങന്മാർ അമേരിക്കയിൽ പോകാറുണ്ട്. ഞാൻ അമേരിക്കയിലേക്ക് പോകുമ്പോ കൂടെ കൊണ്ടുപോകണം. അത്രയല്ലേ ഉള്ളൂ. അയ്യോ, അത് തന്നെ. കൊണ്ടുപോകാം. ജയരാമനേട്ടനെത്തി. അല്ല, ജയരാമൻ അളിയനെത്തി. ജയരാമൻ അളിയാ. പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല പോരെ? മതി. എന്റെ പൊന്ന് സാറേ, എത്ര പ്രാവശ്യം റിവേഴ്സൽ എടുത്താണ് ഈ ഡയലോഗ്. അങ്ങനെ അങ്ങ് മറക്കുവോ? വേണേ ഇതിനേക്കാൾ വലിയ ഡയലോഗ് മണിയപ്പൻ മണി 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 പോലെ പറയാം. എന്താ വേണോ? വേണ്ട. ഇതെന്ത് കൊട്ടേഷനാ ദൈവമേ. ജയരാമൻ അളിയാ. ജയരാമൻ അളിയാ. അളിയന്റെ ഈ കട്ട് ഫേസ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. വിമാനങ്ങളിൽ യാത്ര ചെയ്യാറുണ്ടോ? യാത്ര ചെയ്തിട്ടില്ല, മുകളിൽ കൂടെ പോകുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നെ കാണാൻ വഴിയില്ല. താഴെ നോക്കുമ്പോൾ വിമാനത്തിലകത്തിരിക്കുന്നവരെ കാണാൻ പറ്റില്ല. എന്നാൽ ഈ ജയരാമൻ അളിയനെ അതൊന്നുമില്ല. നീ ജയറാം സാറിന്റെ പെട്ടിയും സാധനങ്ങളും ഒക്കെ എടുത്ത് മോളിൽ കൊണ്ടുവയ്ക്കണം. അതാ നിന്റെ പണി. സാർ വരണം. നിൽക്കവിടെ. അളിയൻ കല്യാണം കഴിഞ്ഞ് അമേരിക്ക പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോകൂ. കൊച്ചുപിള്ളേരൊന്നും അമേരിക്ക കൊണ്ടുപോകില്ല. പോടെ.
ദേ വരുന്നാളെ ചാപ്പാട് നിർത്ത്. നമസ്കാരം. നമസ്കാരം. ഗ്ലാഡ് ടു മീറ്റ് യു അങ്കിൾ. നമ്മൾ തമ്മിൽ ഫോണിക്കിടെ സംസാരിച്ചുള്ള പരിചയമുള്ളൂ. അത് പോരെ അങ്കിൾ. ഇരിക്കൂ. താങ്ക് യു. കമോൺ സിറ്റ് ഡൗൺ. അല്ല, യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സീറ്റ് കിട്ടിയതുകൊണ്ട് സുഖമായിട്ടൊന്ന് ഉറങ്ങി. ആട്ടെ, എന്തൊക്കെയുണ്ട് അങ്കിളുടെ വിശേഷം? ഡാഡി പ്രത്യേക അന്വേഷണം ഓ, പറഞ്ഞിരുന്നു. താങ്ക് യു. എന്താ പാട്? ഒരു പാടുമില്ല അങ്കിൾ. അല്ല, നെറ്റിയിലെ പാട്. അത് ഞാൻ ഈ കൊട്ടേഷൻ. അങ്കിൾ, ഞാൻ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് ഒന്ന് ഷേക്ക് ചെയ്തു. അപ്പൊ ഫ്രണ്ടിലെ കമ്പിൽ ഒന്ന് ടച്ച് ചെയ്തു, അത്രേ ഉള്ളൂ. അത് ശരിയാ. എയർ പോക്കറ്റ്സിൽ വീണ് എന്തുമാത്രം അപകടങ്ങളാ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് അളിയനോടൊരു സംശയം ചോദിക്കാനുണ്ട്. നീ എന്നെ വിരട്ടിയാലും ഞാൻ ചോദിക്കും, എനിക്കത് അറിയണം. അളിയ, അമേരിക്കയിൽ പശുക്കളുണ്ട് അളിയാ? ഇല്ല, കംപ്ലീറ്റ് കോഴികളാ. അങ്കിൾ, ആരാവൻ? കുറെ നേരമായി എന്നെ അളിയ അളിയാന്ന് വിളിച്ച് ഡിസ്റ്റർബ് ആയിരിക്കണേ. എന്റെ ഒരു ബന്ധുവാണെന്ന് കരുതിക്കോളൂ. അത്രമാത്രം ഉപകാരമായി എനിക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടല്ലേ ഞാൻ കയറി അളിയ അളിയാന്ന് വിളിക്കുന്നത്. എനിക്ക് വേറൊരു സംശയം അളിയാ. അതെ, നമുക്കിനി മോളെ വിളിച്ചാലോ? ജയരാമൻ സാറാണെങ്കിൽ പ്ലെയിനിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറിയപ്പോ തുടങ്ങി ചോദിക്കുക, മോളെങ്ങനെയാ. ഞാനാണെങ്കിൽ മറുപടി പറഞ്ഞു മടുത്തു. ഇനി ജയറാം സാർ നേരിട്ട് കണ്ടോട്ടെ. ശരിയാ, പ്രധാന കാര്യം ഞാൻ അങ്ങ് വിട്ടു. മോളെ സാലൂട്ടേ. ഇതുവരെ ആരുടെയും മുമ്പ് പെണ്ണ് കാണാൻ നിൽക്കാത്തതുകൊണ്ട് അതിന്റേതായ ഒരു ചമ്മല് കാണും. ചമ്മലല്ല, ഇൻഹിബിഷൻ. അത് കാണും. ഇപ്പോഴുള്ള പെൺകുട്ടികൾക്കെല്ലാം ഉണ്ട്. മാത്രമല്ല, സാധാരണ പെൺകുട്ടികളെ പോലെയല്ല ഇവക്ക്. സ്വർണ്ണാഭരണങ്ങളോടൊന്നും ഒരു കമ്പവുമില്ല. എല്ലാം വെച്ച് പൂട്ടിയിരിക്കുക. ഇവിടെ തന്നെയാണോ അതോ? അല്ല, ബാങ്ക് ലോക്കറിൽ. മോളെ, മീറ്റ് മിസ്റ്റർ ജയരാമൻ. ഇനി ജയരാമൻ പറയുക, നിങ്ങൾക്ക് എന്റെ മോളെ ഇഷ്ടായോ? എന്താടാ ഇനി മോള് പറ, മോക്ക് ജയരാമനെ ഇഷ്ടായോ? കൂടുതൽ പെരുക്കല്ലേ ഇഷ്ടമല്ലെന്ന് പറയും. എനിക്കും ഇഷ്ടായി. എന്റെ മോള് ഭാഗ്യവതിയാ. ഈ സന്തോഷ വർത്താനം ഞാൻ സേതുരാമനെ അമേരിക്കയ്ക്കൊന്ന് വിളിച്ചറിയിക്കട്ടെ. അച്ഛനോട് എന്തെങ്കിലും പറയണോ? വേണ്ട, ഡാഡിക്ക് ഞാൻ മിസ് കോൾ കൊടുക്കുന്നുണ്ട്. ജയരാമൻ കുറച്ച് റെസ്റ്റ് എടുക്കൂ. മോൾ റൂം റെഡിയാക്കി. വെരി ഗുഡ്. കൊടുത്തൽ മോളെ. അമേരിക്ക കൊണ്ടുപോനെ അളിയന്റെ കൂടെ എപ്പോഴും ഞാൻ കാണും. വാളിയാ, ഇവനെന്താന്ന് കാണിക്കുന്നത്? കോട്ട് നീ എടുക്കട്ട, അങ്ങോട്ട്. അളിയന്റെ അമേരിക്കൻ കോട്ട് കഴിയാൻ എനിക്കറിയാം. ഇതെന്താ അമേരിക്കയിൽ സോപ്പം വെള്ളമൊന്നും കിട്ടൂല. എന്തൊരു അഴുവല് നാറ്റം. ഹലോ, താങ്ക്സ്. ആദ്യം എനിക്കൊരു അച്ഛനെ തന്നു, ദാ ഇപ്പൊ ഒരു അമേരിക്കൻ ഭർത്താവിനെയും. വരട്ടെ തൊപ്പിക്കാരാ.